കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്ന കൃപകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിൻ്റെ ഐക്യതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവിൻ. ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിൽ നമുക്ക് ഒരു യോഗ്യമാവണ്ണമുള്ള ഒരു നടപ്പിനെ കുറിച്ച് അവിടെ പറയുന്നു. അതിനൊന്നാമത് അവിടെ കാണിക്കുന്നത് പൂർണ്ണ വിനയം. ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മൾ വിനയമുള്ളവരായിരിക്കണം. വചനം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വെളിപ്പെടുത്തി തരുന്ന വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ വിനയമുള്ളവരായിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. മാത്രമല്ല സൗമ്യതയോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ സൗമ്യതയോടുകൂടി നമ്മൾ അതെന്ത് ചെയ്യണം? ഏറ്റെടുക്കണം, അത് സ്വീകരിക്കണമെന്നും ദീർഘക്ഷമയോടെ അന്യോന്യം ദീർഘക്ഷമയോടുകൂടി നമ്മളായിരിക്കുന്നുവെങ്കിൽ എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണ്. ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കേണ്ടുന്നതിന് പൂർണ്ണ വിനയം, ദൈവസന്നിധിയിൽ പൂർണ്ണ വിനയം. ദൈവാത്മാവ് ഇടപെടുന്ന ഓരോ വിഷയങ്ങളിലും നമുക്ക് സൗമ്യതയോടുകൂടി നമ്മൾ നമ്മെ തന്നെ ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം ദീർഘക്ഷമയും നമുക്കുണ്ടെങ്കിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും അവിടെ ഓർപ്പിക്കുന്നത്, ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കേണ്ടുന്നതിന് രണ്ടാമത് പറയുന്ന കാര്യം ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവം വിളിച്ച വിളിയിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് വിനയപ്പെടുവാൻ കഴിയും. ദൈവാത്മാവ് നമ്മളിൽ ഇടപെടുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സൗമ്യതപ്പെടുത്തി കൊടുക്കുവാൻ കഴിയും. ഒരു റിബല്യസ് ആയിട്ടുള്ള ഒരു മത്സര സ്വഭാവത്തിലുള്ളതായിട്ടല്ല, സൗമ്യതപ്പെടുത്തി കൊടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മാത്രമല്ല പരസ്പരം വ്യക്തി ജീവിതങ്ങളിൽ അന്യോന്യം എന്തുണ്ടാകണം? ദീർഘക്ഷമ. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ ഭാവമാണ് ക്ഷമ എന്ന് പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിലൂടെ ലോകത്തെ തന്നോട് എന്ത് ചെയ്തു? നിരപ്പിച്ചു. ലോകത്തെ സകല പാപവും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എന്ത് ചെയ്തു? പരിഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സകല പാപത്തെയും കർത്താവ് എന്ത് ചെയ്തു? ക്ഷമിച്ചു കൊടുക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ ഭാവമാണ് ക്ഷമ. ഗ്ലോറി ടു ഗോഡ്. ക്ഷമിക്കുന്നു, ക്ഷമിച്ചു കൊടുക്കുന്നു. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം എന്ത് ചെയ്യുവിൻ? ക്ഷമിക്കുവിൻ. കർത്താവ് ദിവസങ്ങളിൽ ആ ആത്മാവിൻ്റെ ഐക്യതയിലേക്ക് വരുവാൻ തക്കവണ്ണം പൂർണ്ണ വിനയം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ? തരട്ടെ. സൗമ്യതയുടെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ? ദൈവം തരട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. അന്യോന്യം ദീർഘക്ഷമയുള്ളവരായിരിക്കാൻ ദൈവാത്മാവ് നമ്മെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. എങ്ങനെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ കഴിയും? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്
1000 പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഏക പ്രത്യാശയാണ്. ഒരു സഭയ്ക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം. ആത്മാക്കൾ കൗടി വരുമ്പോൾ അവർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. അതൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട എന്നല്ല, അതൊക്കെ അവർക്ക് ലഭിക്കേണ്ട എന്നുള്ളതുമല്ല. ദൈവസഭയ്ക്ക് ഒരൊറ്റ പ്രത്യാശയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ള പ്രത്യാശ. ഏക പ്രത്യാശയാണ് ദൈവസഭയ്ക്കുള്ളത്. സഭയുടെ മണവാളൻ എന്ത് ചെയ്യും? മധ്യാകാശത്തിൽ വെളിപ്പെടും എന്നുള്ള ഏക പ്രത്യാശയിൽ അടിസ്ഥാനപ്പെട്ടാണ് ഒരു സഭ ആയിരിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ ഐക്യത അവിടെ വ്യാപരിക്കും. അവിടെ ഭിന്നതകൾ ഉണ്ടാകുന്നില്ല. കാരണം 100 പ്രത്യാശകളോടുകൂടി നടക്കുന്ന അനുഭവം അവിടെ ഇല്ല. കാരണം ആ സഭയ്ക്ക് എന്തേ ഉള്ളൂ? ഒരൊറ്റ പ്രത്യാശയുള്ളൂ. ഹല്ലേലൂയ. ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പൂർണ്ണമായ വിനയം എന്ത് ചെയ്യും? ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് സൗമ്യതയുണ്ടാകും, അന്യോന്യം ദീർഘക്ഷമയുണ്ടാകും. അതിലൂടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ നമുക്ക് എന്ത് ചെയ്യും? നമുക്കുണ്ടാകും. നമ്മളായിരിക്കുന്ന സഭയിൽ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത വ്യാപരിക്കുന്നത് ഒരൊറ്റ പ്രത്യാശയാണ്. ഏക പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ ദൈവസഭയെ ചേർക്കപ്പെടേണ്ടുന്നതിന് വെളിപ്പെടും എന്നുള്ള ഏക പ്രത്യാശയിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുപോലെ ശരീരം ഒന്ന്, ഗ്ലോറി ടു ഗോഡ്. ദൈവസഭയ ശരീരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. ശരീരത്തിന് വ്യത്യസ്തമായ അവയവങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട് ഒരു ശരീരം. അതിലെന്തില്ല? ഭിന്നതയില്ല. ആത്മാവിൻ്റെ ഐക്യത ഒരു സഭയിൽ വ്യാപരിക്കുമ്പോൾ ശരീരം ഒന്ന് എന്നുള്ള ബോധ്യം അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും കൊടുക്കും. ശരീരം ഒന്ന് എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നു. മാത്രമല്ല ആത്മാവും ഒന്നാണ്. പല ആത്മാവ് സഭയിൽ എന്ത് ചെയ്യത്തില്ല? വ്യാപരിക്കത്തില്ല. ഒരാത്മാവേ വ്യാപരിക്കത്തുള്ളൂ. ഏതാണ് ആത്മാവ്? പരിശുദ്ധാത്മാവ്. ആത്മാക്കളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ 6000 ഭൂതം വരെ ഒരു മനുഷ്യനിൽ എന്ത് ചെയ്തിരുന്നു? വ്യാപരിച്ചിരുന്നതായിട്ട് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു മനുഷ്യനെ 6000 ഭൂതങ്ങൾക്ക് സ്വാധീനിക്കാൻ എന്ത് ചെയ്യും? കഴിയും. 6000 ഭൂതങ്ങൾക്ക് അവൻ്റെ ഉള്ളിൽ വസിപ്പാനും എന്ത് ചെയ്യും? കഴിയും എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ഉള്ളിലുള്ള ആ ലഗ്യോൻ, ആ സ്പിരിറ്റ് 6000 ഭൂതത്തെയും കർത്താവ് എന്ത് ചെയ്തു? ശാസിച്ച് പുറത്താക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സഭയിൽ ഹല്ലേലൂയ അനേകം ഭൂതങ്ങളുടെ വ്യാപാരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. ഒരു ഭൂതത്തിൻ്റെ വ്യാപാരം എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ദുരാത്മാവിൻ്റെയും വ്യാപാരം എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ സഭയിൽ വ്യാപരിക്കേണ്ടിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ്. അന്ത്യകാലഘട്ടത്തിൽ ഫോഷ്കിൻ്റെ ആത്മാവ് വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയിൽ വ്യാപരിക്കാനുള്ളത് ഫോഷ്കിൻ്റെ ആത്മാവല്ല, സത്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, സമാധാനത്തിൻ്റെ ആത്മാവ്, സൗമ്യതയുടെ ആത്മാവ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് നിരവധി വശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? ദൈവസഭയിൽ എന്ത് ചെയ്യണം? വ്യാപരിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ഒരുവൻ. ആത്മാവിൻ്റെ ഐക്യത എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. ഏക പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ. ഒരു സഭയിൽ ആ സഭയുടെ തല എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ്. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവായിരിക്കണം സഭയുടെ തല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൽ നിന്നാണ് ശരീരത്തിലേക്ക് എന്ത് ചെയ്യേണ്ടത്? ആ സന്ദേശങ്ങൾ ഒഴുകി വരേണ്ടത്. അപ്പോൾ ആത്മാവിൻ്റെ ഐക്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദോഷങ്ങൾ ചെയ്യാനുള്ള ഹല്ലേലൂയ ആത്മാവിൻ്റെ ഐക്യതയല്ല അവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഐക്യത വ്യാപരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ
ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ദീർഘക്ഷമയോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണവും, ഹല്ലേലൂയ, അതുപോലെ പൂർണ്ണ വിനയത്തോടെ ദൈവവചനത്തിന്റെ മുൻപിൽ ഇരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ സൗമ്യതയിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കാനും പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഐക്യതയിലേക്കാണ് എന്തിയിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും അവർ ഒരൊറ്റ പ്രത്യാശ കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മുൻപിലോട്ട് പോകുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ദൈവസഭയെ എടുക്കപ്പെടേണ്ടുന്നതിനുള്ള ആ രഹസ്യവരവിൽ എടുക്കപ്പെടേണ്ടുന്നതിനുള്ള പ്രത്യാശയുള്ളവരായിരിക്കും. അങ്ങനെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ, ഗ്ലോറി ടു ഗോഡ്, ശരീരം ഒന്ന്, അവിടെ ഇടർച്ചയില്ല, അവിടെ ഭിന്നതയില്ല. ഹല്ലേലൂയ. ഇടർച്ചയില്ലാതെ, ഭിന്നതയില്ലാതെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. ഹല്ലേലൂയ. വിശ്വാസത്തെക്കുറിച്ചും നിരവധി വിശ്വാസം അല്ല അവിടെ പ്രസംഗിക്കപ്പെടേണ്ടിയത്. ക്രിസ്തുയേശുവിലെ യഥാർത്ഥമായ വിശ്വാസത്തെക്കുറിച്ച് എന്ത് ചെയ്യണം, പ്രസംഗിക്കപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ആ വിശ്വാസത്തെക്കുറിച്ച്, ഹല്ലേലൂയ, എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ, ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണം, ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ശുദ്ധീകരണം, ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ആ തേജസ്കരണം എന്നിത്യാദിയുള്ള കാര്യങ്ങൾ, ആ ക്രൂശിന്റെ വചനം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അത് വിശ്വസിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ആത്മാവിൻ്റെ ഐക്യതയിൽ നമ്മൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്, അതിൻ്റെ ഓർഡർ എന്നുള്ള കാര്യമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ആയിരിക്കുന്നവെങ്കിൽ എല്ലാവരിലും വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ മഹിമ അവിടെ എന്ത് ചെയ്യും, വെളിപ്പെട്ട് വരും. എല്ലാവരിലും വ്യാപരിക്കുവാനുള്ളത് ലോകത്തിൻ്റെ മഹിമയല്ല, ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാവരിലും വ്യാപരിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ മഹിമയാണ്. ഗ്ലോറി ടു ഗോഡ്. എല്ലാവരിലും ഇരിക്കേണ്ടത് മറ്റെന്തെങ്കിലും കാര്യങ്ങളല്ല, എല്ലാവരിലും വ്യാപരിക്കേണ്ടുന്നത് ദൈവം, എല്ലാവരിലും ഇരിക്കേണ്ടുന്നതും ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവം കൈപ്പണിയായതിൽ എന്ത് ചെയ്യുന്നില്ല, വസിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ദൈവം ആത്മാവാകുന്നു, ആത്മാവായ ദൈവം നമ്മിൽ വസിക്കുന്നു. ഗ്ലോറി. ദൈവം വചനമാകുന്നു, വചനം നമ്മിൽ വസിക്കുന്നു. അതിലൂടെ നമ്മളിൽ ദൈവത്തിൻ്റെ വ്യാപാരം എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്നു. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. വീണ്ടും കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഗ്ലോറി ടു ഗോഡ്. ക്രൂശിന്റെ വചനം. ഹല്ലേലൂയ. എന്താണ് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്? ക്രൂശിൽ സംഭവിച്ച കാര്യം എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ക്രൂശിന്റെ വചനം. ക്രൂശിൽ സംഭവിച്ച കാര്യം. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ ദൈവം നിവൃത്തിയാക്കിയ കാര്യം വെളിപ്പെടുത്തുന്നതാണ് ക്രൂശിന്റെ വചനം. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ശിക്ഷാവിധി യേശുവിൻ്റെ മേൽ എന്ത് ചെയ്തു, ചുമത്തപ്പെട്ടു. നമ്മുടെ ശിക്ഷാവിധി എന്ന് പറയുന്നത് 2ാം മരണം എന്നുള്ള ശിക്ഷാവിധി, ആത്മാവിൻ്റെ 2ാം മരണം. ഫിസിക്കൽ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശരീരത്തിന് സംഭവിക്കുന്ന മരണമല്ല അവിടെ പറയുന്നത്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിനനന്തരം
ആത്മാവിൻ്റെ രണ്ടാം മരണം എന്ന് പറയുന്ന നരകം എന്നുള്ള അവസ്ഥ. ദൈവത്തിന് വീണ്ടും ഒരു പദ്ധതി ഇല്ലാതെ വണ്ണം നഷ്ടപ്പെട്ടു പോകുന്ന, അതായത് ഒരു മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം രണ്ടാമത് ദൈവത്തിനൊരു പദ്ധതിയില്ല. ദൈവത്തിന്റെ ഏക പദ്ധതിയാണ് ക്രൂസിൽ സംഭവിച്ചത്. ആ പദ്ധതിക്കകത്ത് ഉൾപ്പെടാത്തവർ രണ്ടാം മരണത്തിൽ അകപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതാണ് അവിടെ വായിക്കുന്നത്. നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. ഏതാണ്? ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. ഈ ലോകത്തിൽ നശിച്ചു പോകുന്നവരുടെ കാര്യമല്ല പറയുന്നത്. രണ്ടാം മരണത്തിലേക്ക് എന്നേക്കുമായി നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഗ്ലോറി ടു ഗോഡ്. ക്രൂശിന്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ വിശ്വാസത്താൽ ആ വചനം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ആ വ്യക്തി എന്തിനു വേണ്ടിയിട്ടുള്ള ദൈവശക്തി? രക്ഷിക്കപ്പെടുന്ന നമുക്ക്. സ്തോത്രം. എവിടെ നിന്ന് രക്ഷിക്കപ്പെടുന്ന നമുക്ക്? നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ് ക്രൂശിന്റെ വചനം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ പാപത്തിന് അടിമപ്പെട്ടു പോയ ശരീരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. പാപപങ്കുലമായ അനുഭവങ്ങളിൽ നിന്ന്, പാപത്തിൽ വീണുപോയ പഴയ മനുഷ്യനിൽ നിന്ന് നാം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? രക്ഷിക്കപ്പെടാനുണ്ട്. ഹല്ലേലൂയ. രക്ഷപ്പെടുക എന്നുള്ളതും രക്ഷിക്കപ്പെടുക എന്നുള്ളതിനും അർത്ഥവ്യത്യാസമുണ്ട്. രക്ഷപ്പെടുക എന്നുള്ളത് സ്വന്തം പ്രയത്നമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മറ്റൊരുവനാൽ സംഭവിക്കുന്ന കാര്യം. പാപത്തിൽ നിന്ന് സ്വന്തമായ പ്രയത്നത്താൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. പാപത്തെ ജയിച്ച യേശുക്രിസ്തുവിനാൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. അവന്റെ പിടിയിൽ നിന്ന് ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെടാനേ കഴിയത്തുള്ളൂ. നരകത്തിൽ നിന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ക്രിസ്തുവിനാൽ. അപ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഹല്ലേലൂയ അത് ഭോഷത്വം. രക്ഷിക്കപ്പെടുന്ന നമുക്കോ, ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ക്രൂശിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആ ശക്തി ഒരു വ്യക്തിയിൽ വ്യാപരിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കും. അവന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല? അകപ്പെട്ടു പോകത്തില്ല എന്നുള്ള കാര്യം ദൈവശക്തി വ്യാപരിക്കുന്ന ഒരാത്മാവിന്, ഒരു വ്യക്തിയുടെ ആത്മാവിന് നിശ്ചയമുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. തൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് അവന് ബോധ്യമുണ്ടാകും. ഹല്ലേലൂയ. ഈ ലോകത്തോടുകൂടിയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് അവൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ടാകും. ഹല്ലേലൂയ. നോഹ ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചതുപോലെ ഗ്ലോറി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന, രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ടാകും. പാപത്തിന്റെ ബലഹീനതയിൽ നിന്ന് പാപത്തെ അതിജീവിപ്പാനുള്ള ബലം ക്രിസ്തുയേശുവിലൂടെ ആ വ്യക്തിയിൽ വ്യാപരിക്കപ്പെടുന്നത് അവന് മനസ്സിലാകും. ഹല്ലേലൂയ. പാപം എന്നുള്ള രോഗാവസ്ഥയിലേക്ക് അവനെ അടിമപ്പെടാതെ വണ്ണം ഹല്ലേലൂയ പാപരോഗത്തിൽ നിന്ന് ജയം കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തി അവനിൽ വ്യാപരിക്കും. ചിലരോ പാപത്താൽ, പാപത്തിന്റെ ബലഹീനതയാൽ ആത്മാവിന് നിദ്ര എന്ത് ചെയ്യുന്നു? സംഭവിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിൽ നിദ്രയില്ല. കാരണം അവൻ ആത്മാവിൽ ഉണർത്തപ്പെട്ടവനാണ്, അവൻ ആത്മാവിൽ ജീവൻ പ്രാപിച്ചവനാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ക്രൂശിന്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ മക്കൾക്ക് അനുഭവിപ്പാനും ആസ്വദിപ്പാനും അതിൻ്റെ മകളിൽ ദൈവികമായ സന്തോഷം, സ്വർഗത്തിലെ സന്തോഷം, സ്വർഗീയമായ മഹിമ നമ്മൾ അനുഭവിപ്പാൻ, ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ ക്രൂശിന്റെ വചനമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്?
ആ ശക്തി, ദൈവശക്തി നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പോൾ ക്രൂശിന്റെ വചനം എന്ത് ചെയ്യണം, പ്രസംഗിക്കപ്പെടണം. ക്രൂശിന്റെ വചനം എന്ന് പറയുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, ലോകത്തിൽ നമുക്ക് നേരിടുന്നതായിട്ടുള്ള കഷ്ടങ്ങളോ ആ കഷ്ടങ്ങളാണ് ഒരു ക്രൂശ് എന്ന് പറഞ്ഞ് ആ ക്രൂശിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടുന്നതിനുള്ള വിടുതലിന്റെ ശുശ്രൂഷയല്ല അവിടെ പറയുന്നത്. ക്രൂശിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയെ കൊണ്ടുവരുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. ആ ശക്തി അവനിൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയുടെ സന്തോഷം അവൻ എന്ത് ചെയ്യും, അവനുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. തന്റെ ജഡത്തിൽ നിന്ന് ഹല്ലേലൂയ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ അവൻ നിത്യതയിൽ എന്ത് ചെയ്യും, എത്തിച്ചേരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ടാകും. ഈ ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധിയിൽ നിന്ന് അവൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് അവന് ബോധ്യമുണ്ടാകും. പാപത്തിന്റെ ബലഹീനതകളിൽ നിന്ന് ഹല്ലേലൂയ നീതീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് അവന് കാൽച്ചുവടുകളെ വയ്പ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കും. പാപരോഗത്തിന് അടിമയായിരുന്നവൻ അതവനെ ആത്മീയമായ നിദ്രയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതെ വണ്ണം ക്രിസ്തുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയായി വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ അവന് ആ ആത്മാവിന്റെ ഉണർവുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് ചാവാറായ യേശുപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ക്രൂശിന്റെ വചനം നമുക്ക് ശ്രവിപ്പാൻ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് കൃപകൾ എന്ത് ചെയ്യട്ടെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് പകർന്നു നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണം, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ക്രൂശിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്തു, വഹിച്ച് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസമാണ് നമുക്ക് ക്രിസ്തുവിൽ ഉണ്ടാകേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നിത്യമായ രക്ഷയിലേക്ക് പോകുവാൻ തക്കവണ്ണമുള്ള വിശ്വാസമാണ് ക്രിസ്തുയേശുവിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്തെ വിശ്വാസം എന്താണ്? ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. ഹല്ലേലൂയ. ക്രിസ്തുയേശു ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചതുകൊണ്ട് ആ ശരീരം മരണത്തെ അതിജീവിച്ച് പുനരുദ്ധാനം എന്ത് ചെയ്തു? പ്രാപിച്ചു. അതിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള നീതീകരണം ക്രിസ്തു നമുക്ക് എന്ത് ചെയ്യാണ്? തരികയാണ്. അപ്പോൾ രക്ഷയും നീതീകരണവും ലഭിക്കാനുള്ള വിശ്വാസമാണ് ദൈവസഭയ്ക്കുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. രക്ഷയും നീതീകരണവും ഹല്ലേലൂയ ക്രിസ്തുവിൽ കണ്ട ഒരു വ്യക്തിക്ക്, ക്രിസ്തുവിലൂടെ വിശ്വസിപ്പാൻ സാധ്യമായി തീർന്ന ഒരു വ്യക്തിക്ക് നരകത്തെക്കുറിച്ച് ഹല്ലേലൂയ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തുയേശുവിലൂടെ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. മാത്രമല്ല ഹല്ലേലൂയ മരണത്തെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തുവിൽ മരിച്ചവൻ വീണ്ടും ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പുനരുത്ഥാനം, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അത് ആരുടെയും കൂടെ ഉള്ള അവകാശമാണ്, നമ്മുടെയും കൂടെ അവകാശമാണ്. ക്രിസ്തു ആദ്യ ഫലമായിട്ട് എന്ത് ചെയ്തു? മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ പിന്നെ ശേഷമുള്ള നമുക്ക് അതിലേക്ക് പ്രവേശിപ്പാൻ കഴിയും എന്ന് നമുക്ക് മുൻപേ മരണത്തെ അതിജീവിച്ച ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്യാണ്? ദൈവം കൊടുക്കുമ്പോൾ ന്യായപ്രമാണം ലഭിച്ചവനാണ് പാപത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ അറിയാൻ കഴിഞ്ഞത്. ന്യായപ്രമാണം ലഭിക്കാത്തവർക്ക് എന്തില്ല? പാപം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ലോകമെമ്പാടും ആയിരക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ തടസ്സമായിരിക്കുന്ന പാപങ്ങൾ എന്താണെന്നും അതിനെ പരിഹാരങ്ങൾ എന്താണെന്നും അതിൻ്റെ വിധികളും ചട്ടങ്ങളും ക്രമങ്ങളും ആരാധനാക്രമങ്ങളും ആരാധനാ രീതികളും ദൈവത്തോട് ബന്ധം പുലർത്താനുള്ള സകല കാര്യങ്ങളും ലഭിച്ചിരുന്നത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പുറംജാതികളായിരിക്കുന്ന
ബാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവം ഒരുക്കിയ നിത്യരക്ഷാ പദ്ധതിയാണ് ക്രൂശിൽ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹം, ഗ്ലോറി ടു ഗോഡ്, പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വെളിപ്പെടുത്തി നൽകുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ന്യായപ്രമാണമാണ് പാപബോധം കൊടുക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ പാപബോധം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വ്യക്തമായി ദൈവത്തിന്റെ ജനം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവാണ് പാപബോധം കൊടുക്കുന്നത്. പഴയ നിയമത്തിൽ ന്യായപ്രമാണം ആണ് എന്ത് ചെയ്യുന്നത്, ജനത്തിന് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. എന്നാൽ ആ പാപബോധ്യം മനുഷ്യന് ലഭിച്ചാലും പാപത്തെ അതിജീവിച്ച് ജീവിക്കാനുള്ള കൃപ അവന്റെ പക്കൽ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് എന്ത് ചെയ്തത്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ന്യായപ്രമാണത്തിന്റെ പൂർണ്ണതയാണ് ക്രിസ്തു. ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചവനാണ് ക്രിസ്തു. അനുസരിച്ചപ്പോൾ അവനിലിരുന്ന കൃപ, ആ കൃപയാണ് നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നത്, പകരുന്നത്. അനുസരിച്ചപ്പോൾ കർത്താവിലിരുന്ന പരിശുദ്ധാത്മാവാണ് 120 പേർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു, പകരുമ്പോൾ ഹൃദയമെന്ന മാംസപ്പലകയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രമാണത്തെ തന്നെ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കൈ കൊണ്ട് മോശ മുഖാന്തരം കൽപ്പലകയിൽ ദൈവം എന്ത് ചെയ്തു, എഴുതി കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രമാണം, ഞാൻ എൻ്റെ പ്രമാണം എൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. ഒരു വിശ്വാസി ദൈവത്തിന്റെ സഭയിൽ വന്നിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വചനത്തെ അവന്റെ ഉള്ളത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ ഉൾക്കൊള്ളുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ എഴുതപ്പെടുന്ന ദൈവത്തിന്റെ വചനം ഉള്ളിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു, പാപം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവന് ബോധ്യം കൊടുക്കും. പഴയ നിയമത്തിൽ ന്യായപ്രമാണം ബോധ്യം കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കും. ഗ്ലോറി ടു ഗോഡ്. ഈ പരിശുദ്ധാത്മാവിന്റെ ബോധ്യം ഉള്ളത്തിൽ നടക്കാത്ത ഒരു വ്യക്തിക്ക് അനുതാപം ഉണ്ടാകത്തില്ല, മാനസാന്തരം ഉണ്ടാകത്തില്ല, രൂപാന്തരം ഉണ്ടാകത്തില്ല. അത് നിമിത്തം നിത്യമായ ജീവനിലേക്കുള്ള തേജസ്കരണം പ്രാപിക്കാൻ കഴിയാതെ പോകും. അപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് ലഭിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കുണ്ടാവും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിലൂടെ വായിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ആർക്കും ഉണ്ടാകുന്നില്ല. ഒരു ശുശ്രൂഷക്കാരന് പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്ന് ഇന്ന കാര്യങ്ങളാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നിന്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാൻ തടസ്സം, നിന്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് വയ്ക്കുന്ന കെണികൾ ഇന്നതാണെന്ന് ആ വ്യക്തി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ ആത്മാവ് തന്നെ ബോധ്യം എന്ത് ചെയ്യും, കൊടുക്കും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രാപിക്കേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ക്രൂശിന്റെ വചനം നമ്മൾ ശ്രവിക്കുന്നവരാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു, ദൈവത്തിന്റെ ആത്മപകർച്ച ആ വ്യക്തിയിലേക്ക് ഉണ്ടാകുന്നു. അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ പ്രമാണത്തെ ഉള്ളത്തിൽ എഴുതുന്നു. ഗ്ലോറി ടു ഗോഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ധ്യാനിപ്പാനിടയായ കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി ഹല്ലേലൂയ ഓർപ്പിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച വേദഭാഗങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ. അതിൻ്റെ തൊട്ടുമുകളിലെ വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. നീതിമാനായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരാൾ നീതിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി മരിക്കുമോ? ദുർലഭം. ഇല്ല. ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കാം. ഗുണം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, മരിക്കാൻ തയ്യാറായെന്നിരിക്കാം. പക്ഷേ
ക്രിസ്തുയേശു എന്താ ചെയ്തിരിക്കുന്നത്? പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രിസ്തുയേശു നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഗ്ലോറി ടു ആമേൻ. പാപികളായിരിക്കുന്ന അനുഭവത്തിലൂടെ യാത്ര ചെയ്ത നമുക്ക് വേണ്ടി ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നമ്മൾ അറിയുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ആ അറിവിലൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തെയും എന്ത് ചെയ്യണം? നമുക്ക് സ്നേഹിക്കാൻ കഴിയണം, അല്ലെ അനുസരിപ്പാൻ നമുക്ക് കഴിയണം. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ അവൻ തൻ്റെ മരണത്താൽ, ഗ്ലോറി ടു ഗോഡ്, അവൻ്റെ രക്തത്താൽ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? നീതീകരണപ്പെട്ട ശേഷം, 9-ാമത്തെ വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. അപ്പൊ അവൻ്റെ രക്തത്താൽ എന്താണ് ലഭിക്കുന്നത്? നീതീകരണം. അപ്പൊ നീതീകരണം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. എന്ത് നീതീകരണം? ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ നിത്യജീവനിൽ കടക്കും. ഹല്ലേലൂയ. അപ്പോൾ എന്നെ നിത്യജീവനിലേക്ക് എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം എൻ്റെ ശിക്ഷാവിധി അവൻ്റെ മേൽ എന്ത് ചെയ്തു? ആയി. ആ ശിക്ഷാവിധി ക്രൂശിൽ എന്ത് ചെയ്തു? നിവൃത്തിയാക്കപ്പെട്ടത് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരികയും അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്താൽ എനിക്ക് ലഭിക്കുന്ന എന്താണ്? നീതീകരണം. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ നിത്യജീവൻ ക്രിസ്തുയേശുവിലൂടെ എനിക്ക് ലഭ്യമാണ് എന്നുള്ള വിശ്വാസ നീതീകരണം എനിക്ക് ലഭിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ 1-ാമത്തെ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെട്ട ശേഷം എന്ത് ചെയ്യുന്നു? കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 2 പദവും അവിടെ വരുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്ന അനുഭവവും നീതീകരിക്കപ്പെടുന്ന അനുഭവവും. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന, രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഒരു വ്യക്തി ക്രൂശിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. രക്ഷിക്കപ്പെടുന്ന വിശ്വാസമാണ് എന്ത് ചെയ്യേണ്ടത്? പ്രധാനം. അല്ലാതെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ ബന്ധനം മാറും, ഈ ബന്ധനം മാറും, ആ ബന്ധനം ഈ ബന്ധനമൊക്കെ എന്ത് ചെയ്യും? മാറും. പക്ഷേ ഏത് ബന്ധനം മാറിയാലും വിശ്വാസം തെറ്റിപ്പോയാൽ നിത്യതയിൽ കാണില്ല. ഗ്ലോറി ടു ഗോഡ്. ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ശക്തി. രക്ഷിക്കപ്പെടുവാനുള്ള ദൈവത്തിന്റെ ശക്തി ലഭിക്കേണ്ടുന്നതിന് ക്രൂശിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തി തരികയും ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ക്രൂശിൽ സംഭവിച്ച കാര്യം വെളിപ്പെടുത്തുകയും വേണം. ആ വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതാണ് രക്ഷയും നീതീകരണവും. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതീകരണം നമ്മെ എങ്ങോട്ടെത്തിക്കും? നിത്യജീവനിലെത്തിക്കും. ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണ്ടേ? വരേണ്ടത്. ഇത് പ്രസംഗിക്കാനായിരിക്കണം ശുശ്രൂഷക്കാരനും എന്ത് ചെയ്യണ്ടേ? വരേണ്ടേ. സുവിശേഷത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. സത്യ സുവിശേഷമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായി എല്ലാ ശുശ്രൂഷക്കാരും അറിഞ്ഞിരിക്കേണ്ടിയ സുവിശേഷത്തിന്റെ സത്യമാണ് പരിശുദ്ധാത്മാവ് ലേഖനകർത്താവിലൂടെ വെളിപ്പെടുത്തുന്നത്. അതറിയാതെ ഒരു സഭയിലിരിക്കുന്ന വിശ്വാസികൾ എങ്ങനെ രക്ഷയെക്കുറിച്ച് അറിയും? എങ്ങനെ നീതീകരണത്തെക്കുറിച്ച് അറിയും? എങ്ങനെ ക്രൂശിന്റെ വചനം അവരറിയും? ഗ്ലോറി ടു ഗോഡ്. എങ്ങനെ അവന്റെ ആത്മാവിന്റെ മോക്ഷം കണ്ടെത്തും? നിത്യജീവൻ അവൻ കണ്ടെത്തും. ലോകത്തിലെ ഭൗമികമായ നശിച്ചു പോകുന്ന നന്മകളും അനുഗ്രഹങ്ങളും പ്രസംഗിക്കപ്പെട്ടാൽ അവനെ കേൾക്കുവാനും പ്രാപിക്കുവാനും അവൻ എളുപ്പമാണ്. അതിന് വെമ്പൽ കൊള്ളുന്ന അനുഭവമാണ്. ഭോഷ്കിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ കാലഘട്ടം എന്തിയിരിക്കുന്നു? വന്നെത്തിയിരിക്കുകയാണ്. കർത്താവ് പ്രവചിച്ച കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.
അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. അപ്പോൾ നീതീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തെ കുറിച്ചുകൂടെ എന്ത് ചെയ്യുന്നു പറയുന്നു. അതിൻ്റെ ശേഷമോ നാം അവനാൽ. അപ്പോൾ ഇവിടെ രണ്ടാമത് പറയുന്നത് എന്താ? നാം അവനാൽ. ഇവിടെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അവനാൽ എന്ന് രണ്ടാമത് പറയുമ്പോൾ ഓർത്തോണം, യേശുവിൻ്റെ രക്തം ക്രൂശിൽ ചൊരിയപ്പെട്ടതിന് ശേഷം അവനാൽ എന്ന് രണ്ടാമത് പറയുമ്പോൾ രക്തം ചൊരിയപ്പെട്ട ക്രിസ്തുവിനെ വീണ്ടും കാണുന്നത് എവിടെയാണ്? പുനരുദ്ധാനത്തിൽ. അപ്പോൾ ക്രൂശിന്റെ മരണത്താലും പുനരുത്ഥാനത്താലും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്രൂശിലെ മരണത്താലും പുനരുത്ഥാനത്തിന്റെ ശക്തിയാലും ദൈവത്തിന്റെ മക്കളിൽ രക്ഷയും നീതീകരണവും സംഭവിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കുക. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. എന്ത് കോപത്തിൽ നിന്ന്? ന്യായവിധി എന്ന കോപത്തിൽ നിന്ന്. ആ ന്യായവിധി, ദൈവത്തിന്റെ കോപം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താ? നിത്യ നരകം എന്നുള്ള ന്യായവിധി. ഗ്ലോറി ടു ഗോഡ്. ആ ന്യായവിധി എന്നുള്ള കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുന്നത് ആര് നിമിത്തമാണ്? പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു നിമിത്തം. ക്രൂശിലൂടെ ഞാൻ എന്ത് ചെയ്തു? രക്ഷ പ്രാപിക്കുന്നു. പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിലൂടെ ഞാൻ നീതീകരണം പ്രാപിക്കുന്നു. അത് രണ്ടും എനിക്ക് ലഭ്യമാകുമ്പോൾ ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുകയാണ്. രക്ഷപ്പെടുകയല്ല, രക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ വിശ്വാസത്താലാണ് അത് എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷയും നീതീകരണവും ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. അതാണ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. നമ്മുടെ വിശ്വാസത്തിനൊരു അന്തമുണ്ട്. ഒത്തിരി ആൾക്കാർ എന്താണ്, ചില വിഷയങ്ങൾ അവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസം അവസാനം വിശ്വാസത്തിനൊത്തവണ്ണം എന്ത് ചെയ്തു? ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന് അവർ പറയും. തീർച്ചയായിട്ടും ദൈവം എന്ത് ചെയ്യും? നമ്മുടെ ഭൗമികമായ വിഷയങ്ങളിലും അത്ഭുതം എന്ത് ചെയ്യും. പക്ഷേ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ള അഭിഷിക്തനായ കൃപാവരം പ്രാപിച്ച പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 2-ാം പകുതി വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. അപ്പോൾ ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസത്തിന് എന്തുണ്ടായിരിക്കണം? ഒരന്തം. അത് കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടുന്നതിനുള്ള വിശ്വാസമല്ല, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസം. ആ വിശ്വാസം എവിടെയാണ് അർപ്പിക്കേണ്ടത്? ക്രിസ്തുവിൽ. വിശ്വാസത്തിന് അന്തമുണ്ട്. ആ അന്തം എന്താണ്? അവൻ്റെ ആത്മാവിൻ്റെ നിത്യമായ മോക്ഷം, നിത്യമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. ആ വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തി, നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ശക്തി, ജഡത്തിന്റെ പാപമംഗലമായ അനുഭവങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഈ ലോകത്തിന്റെ വശീകരണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവത്തിന്റെ ശക്തി, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, അവന്റെ വശീകരണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ക്രൂശിന്റെ വചനം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നമ്മൾ വായിച്ച വാക്യം വീണ്ടും ഒരു ആവർത്തി കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന്, ഏതാ നരക എന്നുള്ള ശിക്ഷാവിധിയുടെ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. 10-ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ഗ്ലോറി ടു ഗോഡ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ശത്രുക്കളായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ആരെങ്കിലും നേരിട്ട് ശത്രുത്വം കാണിക്കുന്നു? ഇല്ല. പരോക്ഷമായിട്ട് എന്താണ്? പാപം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തോട് ശത്രുത്വം തന്നെയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തോട് ശരിക്കും എന്താ? ശത്രുത്വം കാണിക്കുക. അപ്പോൾ പ്രമാണം ലഭിച്ച യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം അവൻ മെശിഹയെ കൂടാതെ എന്ത് ചെയ്യുന്നു? രക്ഷ പ്രാപിക്കാൻ അവൻ ശ്രമിക്കുന്നു. മെശിഹ വരുന്നതിന് മുൻപും
സ്വന്തം പ്രയത്നം കൊണ്ട് അവന് പാപത്തെ അതിജീവിക്കാൻ കഴിയാമെന്ന് എന്ത് ചെയ്യുന്നു? അവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ സാധ്യമാകുന്നില്ല. എന്നാൽ യഹൂദന് വേണ്ടിയും പുറംജാതിക്കാരന് വേണ്ടിയിട്ടും കാലത്തിന്റെ സമ്പൂർണതയിൽ മെസ്സിഹ എന്ത് ചെയ്തു? ഈ ലോകത്തിൽ ഇറങ്ങി വന്നു. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ പ്രമാണം ലഭിച്ച യഹൂദൻ എന്ത് ചെയ്തില്ല? യേശുവിനെ സ്വീകരിച്ചില്ല. അവൻ സ്വന്തത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. എന്നാലോ പുറംജാതിക്കാരായ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ക്രൂശിന്റെ വചനത്തെ വിശ്വസിപ്പാൻ ഇടയായതുകൊണ്ട് ആ രക്ഷയും നീതീകരണവും നമുക്ക് അവകാശമാക്കുവാൻ തക്കൊണ്ട് എന്ത് ചെയ്തു? ഇടയായി തീർന്നു. അങ്ങനെ രക്ഷയും നീതീകരണവും അവകാശമാക്കുവാനുള്ള വിശ്വാസമാണ് പ്രധാനപ്പെട്ട വിശ്വാസം. ആ വിശ്വാസമാണ് ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് എന്ത് ചെയ്യുന്നത്? കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹൂദനും പുറംജാതിക്കാരനും ഒരുപോലെ ദൈവത്തോട് എന്തായിരുന്നു? ശത്രുക്കളായിരുന്നു. ആ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന് വേണ്ടിയും നമുക്ക് വേണ്ടിയും, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയും പുറംജാതിക്കാരായ നമുക്ക് വേണ്ടിയും തൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പാപം എന്നുള്ള വിഷയത്തിന് പരിഹാരം ക്രിസ്തുവിൽ എന്ത് ചെയ്തു? സംഭവിച്ചു ക്രൂശിൽ. അതിലൂടെ ആരോട് നിരപ്പ് വന്നു? പിതാവാം ദൈവത്തോട്. പക്ഷെ യഹൂദൻ ഇന്നും ആ നിരപ്പ് എന്ത് ചെയ്യുന്നു? തിരസ്കരിക്കുകയാണ്. മെശിഹയിലൂടെയുള്ള പിതാവാം ദൈവത്തോടുള്ള ആ നിരപ്പിനെ അവൻ തിരസ്കരിക്കുമ്പോൾ പുറംജാതിക്കാരായിട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിലൂടെ വിശ്വസിച്ചാൽ ലഭിക്കുന്ന ഭൗമികമായ അനുഗ്രഹത്തിനാണോ ദൈവസന്നിധിയിൽ വരുന്നത്? അതോ നമ്മുടെ ആത്മാവിന്റെ പിതാവായ ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ തടസ്സമായിരുന്ന പാപത്തിന് ക്രിസ്തു യേശു ക്രൂശിൽ പരിഹാരം വരുത്തിയതിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിലൂടെ നമ്മുടെ ആത്മാവിന്റെ പിതാവിനെ യേശു പിതാവേ എന്ന് വിളിച്ചതുപോലെ നമുക്കും പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആരാധിപ്പാനുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ വരുന്നത്? അതിന് വേണം വരാൻ. അവർക്ക് ദൈവസന്നിധി അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകും. ദൈവത്തെ ദൈവമെന്ന് അഭിസംബോധന ചെയ്യുന്ന പദമല്ല, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവനിൽ നിന്ന് ജനിക്കപ്പെട്ട ആത്മാവിനാൽ അവന് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ആരാധിപ്പാൻ കഴിയും. ആ ബന്ധം ഭൂമിയിൽ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അവസാനിക്കാത്ത അബ്ബാ പിതാവേ എന്നുള്ള ബന്ധത്തിലേക്ക് അവൻ എറ്റേണിറ്റിയിൽ കടക്കും. അതാണ് ക്രിസ്തുയേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷയും നീതീകരണവും. അത് അവകാശമാക്കുവാനായിരിക്കണം ദൈവത്തിന്റെ ജനം ദൈവസഭയിൽ കടന്നു വരുവാനും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ശുശ്രൂഷ സഭയിൽ വെളിപ്പെടാനുള്ളത്. കർത്താവ് സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. മരണത്തിന് ലോകപ്രകാരം മരണത്തിന് ശക്തിയുണ്ടോ? മനുഷ്യൻ അവൻ ഈ ലോകത്തിൽ ജീവിച്ച് അവൻ്റെ ശക്തി ക്ഷയിച്ച് അവസാനം അവൻ്റെ പൂർണ്ണമായ ശക്തി ക്ഷയിക്കുന്നതാണ് എൻ്റെ മരണമെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് മനുഷ്യനെ, മാനവകുലത്തെ മുഴുവനും അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയിലേക്ക് അവനെ നയിക്കേണ്ടുന്നതിനുള്ള ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ശക്തിക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിപ്പാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം-അധ്യായം 25 ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ദൈവത്തിൻ്റെ ബലഹീനത എന്നിവിടെ പറയുന്നത് ഏതാ? മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ ദൈവപുത്രനായ ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു? മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരുടെ സകല ശക്തി കൊണ്ടും ശ്രമിച്ചാലും ഒരു മനുഷ്യന്റെയും ആത്മാവിന്റെ നിത്യരക്ഷയിലേക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റാത്തത് ക്രിസ്തുയേശുവിന്റെ ആ ബലഹീനതയിൽ മരണത്തിന് ശക്തി ഉണ്ടായി. അങ്ങനെ മരണത്തിന് ഒരു മനുഷ്യന്റെ ആത്മാവിനെ നീതീകരിപ്പാൻ തക്കവണ്ണം ശക്തി ഉണ്ടായെങ്കിൽ
ഇവിടെ അടുത്ത ചോദ്യത്തിൽ ചോദിക്കുന്നതാണ്, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്ക് എത്ര അധികം ദൈവകോപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയും? അപ്പോൾ ദൈവത്തിൻ്റെ സഭ ക്രൂശ് മരണത്തിൻ്റെ ശക്തിയാൽ ലഭിക്കുന്ന രക്ഷയും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ലഭിക്കുന്ന നീതീകരണവും ദൈവസഭയ്ക്കകത്ത് പ്രാപിക്കാനായിരിക്കണം ദൈവജനം കടന്നു വരേണ്ടിയത്. ക്രൂശ് മരണത്തിൻ്റെ ശക്തി എന്ത് ചെയ്യണം? ദൈവസഭയിൽ വ്യാപരിക്കപ്പെടണം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ത് ചെയ്യണം? പ്രാപിക്കപ്പെടണം. അതാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്, അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ. ക്രൂശ് മരണത്താൽ ലഭിച്ചതെന്നാണ് ജീവൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ലഭിച്ചതാണ് സമൃദ്ധിയായ ജീവൻ. ഒരു വ്യക്തിക്ക് ജീവൻ മാത്രം ലഭിച്ചാൽ മതിയോ? പോരാ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി കൂടെ ലഭിക്കണം. ഒരു ജീവൻ പ്രാപിച്ചു എന്നുള്ള അനുഭവത്തിൽ മാത്രം ഒരു വിശ്വാസി എന്ത് ചെയ്യരുത്? ആയിരിക്കരുത്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി കൂടി ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുവാനുള്ള വാഞ്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം ആരുടെ പുനരുത്ഥാനമാണ്? ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ആ പുനരുത്ഥാനം ആരുടെയും കൂടെയാണ്? നമ്മുടേതും കൂടെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴുള്ളതോ വരാനുള്ളതോ. ഇനി വരാനുള്ള എന്ത് കാര്യമായിരുന്നാലും എനിക്ക് ആ വിഷയം എന്തല്ല, എനിക്കതൊരു വിഷയമല്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ എല്ലാത്തിൽ നിന്നും കർത്താവ് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പൂർണ്ണമായ ജയം ആ ശക്തിയിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നൽകിയിരിക്കുന്നു. ഏതിൽ നിന്നൊക്കെ പൂർണ്ണ ജയം നൽകിയിരിക്കുന്നു? മരണത്തിനോ. കാര്യം എന്താണ്? പുനരുദ്ധാനത്തിൻ്റെ ശക്തി പൗലോസ് എന്ത് ചെയ്തു? പ്രാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. മരണത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയുമോ? സാധ്യമല്ലെന്ന് പറയാൻ കാരണം, ഹല്ലേലൂയ, അവൻ്റെ ശബ്ദത്തിങ്കൽ, അവൻ്റെ കാഹളനാദത്തിങ്കൽ എന്ത് ചെയ്യും? എണീറ്റ് വരും എന്നുള്ള പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലൂടെ തനിക്കുണ്ടായ വിശ്വാസം, തനിക്കത് ഡിക്ലെയർ ചെയ്യാൻ തക്കൊണ്ട് എന്ത് ചെയ്തു? ഇടയായി തീർന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഇനി വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയുള്ളതല്ല. കാരണം എന്താണ്? ക്രൂശിലെ വിശ്വാസം മാത്രമല്ല, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, അവൻ്റെ ക്രൂശിലെ കഷ്ടങ്ങൾ അറിയുക എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയേയും കൂടി അറിയണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വാഞ്ചിക്കുന്നു. ക്രൂശിൻ്റെ ശക്തി മാത്രമല്ല, ദൈവത്തിൻ്റെ ബലഹീനതയിൽ മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ ക്രൂശിൽ ദൈവം എന്ത് ചെയ്തു? ആ പദ്ധതി ഒരുത്തിയെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എത്ര അധികം. ശരീരം ബലഹീനമാണെങ്കിൽ ആത്മാവ് ഒരുക്കമുള്ളതാണെന്നുള്ളത് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ബലഹീനമായ ശരീരത്തെ അതിജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ ഒരുക്കമാണ് വിശ്വാസിയുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുന്നത്. ഇതാ വിശ്വാസികൾ പറയുന്നത് എന്താണ്? ശരീരം ബലഹീനം, ആത്മാവ് ഒരുക്കമുള്ളത്. അതുകൊണ്ട് ശരീരം എന്നും എന്ത് ചെയ്തിരിക്കുന്നു? ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരീരം ബലഹീനമെങ്കിൽ ആത്മാവ് ഒരുക്കമുള്ളതാണ്. അതാണ് എൻ്റെ ആഴം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരീരം ബലഹീനമാണെങ്കിൽ അകത്ത് പ്രാപിച്ചിരിക്കുന്ന ആത്മാവോ ഒരുക്കമുള്ളത്. കാരണം എന്താ? പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്നാണ് ദൈവവചനത്തിലൂടെ കാണുന്നത്. ഇത് പ്രാപിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷക്കാരൻ. അങ്ങനെയുള്ള ശുശ്രൂഷക്കാർ ഈ അന്ത്യതലമുറയിൽ വെളിപ്പെടാത്ത പക്ഷം ദൈവത്തിൻ്റെ ജനം പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നമ്മൾ വായിച്ചതും ഹല്ലേലൂയ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, അങ്ങനെ നിരന്നതിന് ശേഷം ഈ നിരപ്പിലൂടെ എന്താ ലഭിക്കണേ? നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. ആ നിരപ്പിന് ശേഷം അവൻ്റെ ജീവനാൽ എത്ര അധികം എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. എവിടെ നിന്ന്? നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഈ പാപത്തിൽ വീണുപോയ ശരീരത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഗലാത്യർ ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ 2-ാം പകുതിയിൽ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പോൾ ദുഷ്ടലോകത്തിൽ നിന്നുകൂടെ എന്ത് ചെയ്യണം? വിടുവിക്കപ്പെടണം. അപ്പോൾ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, പാപത്തിൽ വീണുപോയ ശരീരത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, പിശാചിൻ്റെ പിടിയിൽ നിന്ന് എന്ത് ചെയ്യണം?
വിടുവിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ദൈവം എന്ത് ചെയ്യണേ തരുന്നത്. ശക്തി വ്യാപരിക്കട്ടെ, വിഷയങ്ങൾ എന്ത് ചെയ്യട്ടെ, നീങ്ങിപ്പോകട്ടെ. വിഷയങ്ങളെ തള്ളി നീക്കാനല്ല പരിശുദ്ധാത്മാവ്, വിഷയങ്ങളെ അതിജീവിക്കാൻ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൂശിൻ്റെ മരണത്താലും പുനരുദ്ധാനത്തിൻ്റെ ജീവനാലും സംഭവിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയും അത് വിശ്വസിപ്പാൻ തക്കൊണ്ട് എന്ത് ചെയ്യണം, ഇടയാവുകയും വേണം. ഗ്ലോറി ടു ഗോഡ്. രക്ഷയും നീതീകരണവും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവേശുവിലൂടെ സംഭവിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരണം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇവിടെ വായിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല. നിങ്ങൾ വ്യക്തമായിട്ട് അതിൽ നോക്കിക്കോളൂ. ദൈവം സ്നേഹിക്കുന്നവർ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർ. മനസ്സിലാവുന്നുണ്ടോ? തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് ആരെയാണെന്നറിയോ? യേശുവിനെ ശരിയാവണ്ണം ഒരു കണ്ണും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. യേശുവിനെ ശരിയാവണ്ണം ഒരു ചെവി എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. യേശുവിനെ ശരിയാവണ്ണം ഒരു ഹൃദയം എന്ത് ചെയ്യുന്നില്ല, ധ്യാനിക്കുന്നില്ല. അതാണ് സത്യം. അതെങ്ങനെ അറിയാൻ കഴിയും? 4-ാമത്തെ വാക്യം മുതൽ വരാം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. പൗലോസ് അപ്പോസ്തലൻ അവിടെ കൊരിന്ത്യ സഭയിൽ പറയുന്നതാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്, യേശുക്രിസ്തുവിലെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടുന്നതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല. അപ്പോൾ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യരുത്, പ്രസംഗിക്കരുത്. കാരണം അവിടെ ദൈവത്തിൻ്റെ ശക്തി എന്ത് ചെയ്യത്തില്ല, വ്യാപരിക്കത്തില്ല. വശീകരണത്താൽ മറ്റു പല കാര്യങ്ങളും എന്ത് ചെയ്യത്തുള്ളൂ, സംഭവിക്കത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ജ്ഞാനത്തിൽ കുറഞ്ഞ ആളാണോ? അവൻ ജ്ഞാനിയിൽ ജ്ഞാനിയാണ്, ശാസ്ത്രിയിൽ ശാസ്ത്രിയാണ്, പരീശനിൽ പരീശനാണ്, പണ്ഡിതനിൽ പണ്ഡിതനാണ് പൗലോസ് അപ്പോസ്തലൻ. ആ പൗലോസ് അപ്പോസ്തലൻ ജനത്തിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, ഞാൻ വളരെ ഭയത്തോടുകൂടി നടുക്കത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്ന. 3-ാമത്തെ വാക്യത്തിൽ. കാരണം എന്താണ്? എന്നിലിരിക്കുന്ന മാനുഷികമായ ജ്ഞാനമോ പരിജ്ഞാനമോ ഒക്കെ തട്ടിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഈ അറിയുന്ന സത്യങ്ങളെ പുറത്തോക്ക് പോകാതെ വണ്ണം അടക്കി പിടിച്ചിരിക്കുകയാണ് ആള്. കാരണം എന്താ? തനിക്കറിയാവുന്ന മറ്റൊരു ജ്ഞാനവും കൊണ്ട് ഒരു ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസിന് ബോധ്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രയേ ദൈവത്തിൻ്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. കണ്ടോ, വചനത്തോടു കൂടിയാണ് ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ എന്തിയിരിക്കുന്നത്, നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്ന. വചനത്തിലൂടെ അല്ലാതെ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, സാക്ഷ്യപ്പെടുത്താൻ കഴിയത്തില്ല എന്നുള്ള കാര്യം പൗലോസിന് ബോധ്യമുണ്ട്. അല്ലാതെ ലോകത്തിലുള്ള ഒരു ജ്ഞാനം കൊണ്ടും ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. വചനത്തിലൂടെ അല്ലാതെ ദൈവത്തെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് വചനത്തിൻ്റെ വൈഭവം കൂടാതെയാണ് ഞാൻ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ എന്തിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്ന് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ അടുക്കൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഇന്ന് പലപ്പോഴും പലർക്കും ക്രൂശിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് പറയാൻ അറിയത്തില്ല. അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ കഴിയും. ക്രൂശിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് കേൾക്കാനും ജനത്തിന് എന്തല്ല, താല്പര്യമില്ല. അല്ലാതെ സംഭവിച്ച കാര്യങ്ങൾ കേൾക്കാനാണ് ജനത്തിന് താല്പര്യം. അല്ലാതെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാപിക്കുകയും ചെയ്യാൻ കഴിയും. പക്ഷേ ആത്മാവിന് നിത്യരക്ഷ കിട്ടണമെങ്കിൽ ക്രൂശിൽ സംഭവിച്ച കാര്യം അറിയാതെ വഴിയില്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ വായിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു.
ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. കാരണം മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങളെ തർക്കിക്കാനോ ഖണ്ഡിക്കാനോ അതല്ല ഇങ്ങനെയാണ് അതിൻ്റെ സത്യമെന്ന് തെളിയിച്ചു കൊടുക്കാനോ കഴിയത്തക്ക രീതിയിലുള്ള ലോകപരമായിട്ടുള്ള ജ്ഞാനവും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായപ്രമാണത്തിലെ ജ്ഞാനവും പരീശൻ പണ്ഡിതനായ പൗലോസിന് കഴിയും. പക്ഷെ പൗലോസ് എന്ത് ചെയ്യുന്നു? അവിടെ ബലഹീനതയോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം എന്താണ്? താൻ അവിടെ വെളിപ്പെടുത്തുന്നു. എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. 4-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടുന്നതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ദൈവാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനത്താൽ എത്രയായിരുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനത്താൽ മാത്രമേ ഏതൊരു വ്യക്തിയുടെയും ആത്മാവ് നിത്യരക്ഷയിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് താൻ ജ്ഞാനി ആയതുകൊണ്ടും പരീശനായതുകൊണ്ടും അന്നത്തെ കാലഘട്ടത്തിലെ മഹാപുരോഹിതന്മാരാകട്ടെ ശാസ്ത്രിമാരാകട്ടെ അവരുടെ ഇടയിൽ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും പ്രവചന പുസ്തകത്തിൽ നിന്നും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഇവൻ തന്നെ എന്ന് പൗലോസിന് പ്രഖ്യാപിക്കാൻ പഠിപ്പിക്കാൻ നന്നായിട്ട് അറിയാം. അതാണ് അവിടെ വായിക്കുന്നത്. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ എത്ര ജ്ഞാനസമ്പൂർണരായിരുന്നാലും അവരെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? നശിച്ചു പോകുന്നവരുടെ ജ്ഞാനമാണ്. പൗലോസിന്റെ പ്രസംഗം നശിച്ചു പോകുന്ന പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, മരണത്തിൽ നിന്ന് മടങ്ങി വന്ന ക്രിസ്തു യേശുവിൻ്റെ ജ്ഞാനമാണ്. ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവശക്തിയിലൂടെ താൻ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 7-ാം വാക്യം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടോ, ഈ ലോകത്തെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ, നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം ദൈവം ഹല്ലേലൂയ മനുഷ്യന് വേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഭൂമിയെ കവർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം, അങ്ങനെ ഈ ലോകത്തിലുള്ള സകല കാര്യവും സൃഷ്ടിച്ച ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി, ഈ സുവിശേഷം വിശ്വസിക്കുന്നവരുടെ എന്ത് തേജസ്? പുനരുദ്ധാനം പ്രാപിക്കുന്ന തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ഈ ജ്ഞാനം എന്താണ്? മർമ്മമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം മർമ്മമാണ്. ഈ ജ്ഞാനം ഹല്ലേലൂയ ആരിലാണ് മറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൽ. ആ മറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ ലോകത്തിൻ്റെ ഹല്ലേലൂയ ആരും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. കാരണം എന്താണ്? അത് മർമ്മമാണ്. ഈ മർമ്മം ആർക്കാണ് വെളിപ്പെട്ട് വന്നത്? നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചിരിക്കുന്നവനാണ് ക്രിസ്തു. ഹല്ലേലൂയ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി, ഇവിടെ ഇരിക്കുന്നവർക്ക് തേജസ്കരണം ഉണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ശരീരത്തിൻ്റെ തേജസ്കരണം ഉണ്ടോ? ഈ തേജസ്കരണം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ നമ്മുടെ തേജസ്കരണത്തിനായി മുൻ നിയമിച്ചു. ആ മുൻ നിയമിച്ചതാരാണ്? ക്രിസ്തു. അത് ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് എന്തിരിക്കുന്നു? മറഞ്ഞിരിക്കുന്നു. ആ മറഞ്ഞിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവർക്ക് എന്തിരിക്കുന്നത്? മറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ജ്ഞാനത്തെയാണ് ഞങ്ങൾ എന്തിരിക്കുന്നത്? മർമ്മമായി നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം വായിച്ചു നോക്കട്ടെ. യഹൂദന്മാർക്ക് ഈ ജ്ഞാനം എന്താണ്? ഇടർച്ച. ജാതികൾക്ക് എന്താണ്? പോഷത്വം. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ജാതികൾക്ക് എന്താണ്? പോഷത്വം. പൗലോസ് അപ്പോസ്തലൻ ദൈവ ശുശ്രൂഷയെക്കുറിച്ച് ഒരു ഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർത്യനെ അവൻ്റെ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് ആ ഭൗമിക ശരീരം മറവ് ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് ശ്രദ്ധേയമാണ്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കും. എന്താണ് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞ കാരണം?
ഒരു സഭയിൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതം ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിച്ച് നിത്യജീവനെ പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ മാറ്റപ്പെട്ടതിന് അനന്തരമുള്ള ഭൗമിക ശരീരത്തെ എന്ത് ചെയ്യാണ്? എല്ലാ ജനത്തിൻ്റെയും മധ്യത്തിൽ അതിനെ വച്ചിട്ട് അവിടുത്തെ ശുശ്രൂഷക്കാരൻ എന്ത് ചെയ്യാണ്? ശുശ്രൂഷ ചെയ്യുകയാണ്. ശുശ്രൂഷ ചെയ്യുമ്പോൾ തനിക്കവിടെ വിളിച്ചു പറയാനുള്ളത് എന്താണ്? കർത്താവിൻ്റെ വരവിൽ ഈ ശരീരം എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുന്ന സമൂഹം എന്ത് പറയും? ഭൂലോക പൊട്ടൻ. അതാണ് അപമാനത്തിൽ ഉള്ള ശുശ്രൂഷയാണ് ഒരു വിശ്വാസിയുടെ ഭൗമികമായ അടക്ക ശുശ്രൂഷ. അപമാനം, എന്തപമാനം? ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അത് സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം വിശ്വസിക്കുന്ന ജനത്തിന്റെ ഇടയിലാണ് ശുശ്രൂഷക്കാരൻ പറയുന്നത് കർത്താവിന്റെ വരവിൽ ഈ ശരീരം എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ അവനത് അപമാനമാണ്. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. പക്ഷേ കർത്താവിന്റെ വരവിൽ തേജസ്സിൽ എടുക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. തേജസ്സിന്റെ ശുശ്രൂഷയാണോ ഒരു അടക്ക ശുശ്രൂഷ? അല്ല, മറ്റൊന്നാണ് അവർ കൊണ്ടുവന്ന് ഇനി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, യവും വരത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ എന്ത് ചെയ്യണേ ചെയ്യുന്നത്. പക്ഷെ നമ്മളോ ഇവൻ കർത്താവിന്റെ വരവിൽ എന്ത് ചെയ്യും? എഴിച്ചു വരുമെന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് അപമാനത്തിന്റെ ശുശ്രൂഷ എന്നാണ്. പക്ഷേ തേജസ്സിൽ എണീറ്റ് വരുമെന്നുള്ളതാണ് ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തെളിച്ചവും വെളിച്ചവും ദൈവത്തിന്റെ ശക്തിയും. ഇത് കാണാനും കേൾക്കാനും പ്രാപിക്കാനും ആയിരിക്കണം ദൈവമക്കൾ ദൈവസന്നിധിയിൽ വരാൻ. രക്ഷിക്കപ്പെടാത്തവന് രക്ഷയുടെ വചനം പറഞ്ഞു കൊടുക്കണം. രക്ഷിക്കപ്പെട്ടവന് സത്യത്തിന്റെ വചനം വെളിപ്പെടുത്തി കൊടുക്കണം. സത്യം അറിഞ്ഞവന് പിന്നെ ആവശ്യമുള്ളത് ജീവനാണ്. ആ ജീവൻ എന്ത് ചെയ്യണം? പകരപ്പെടണം. രക്ഷിക്കപ്പെടാത്തവൻ രക്ഷയുടെ വചനം കേൾക്കണം. രക്ഷിക്കപ്പെട്ടവൻ സത്യവചനം കേൾക്കണം. അതിനാവശ്യമായ വെളിപ്പാട് അവിടെ വ്യാപരിക്കണം. അതിനാവശ്യമായ ദൈവത്തിന്റെ ജ്ഞാനം അവിടെ വ്യാപരിക്കണം. അത് ലഭിച്ചവന് പിന്നെ അടുത്ത അവന്റെ ആവശ്യം എന്താണ്? ഈ ലോകത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടുന്നതിന് മുന്നമേ അവൻ പ്രാപിക്കേണ്ടിയ ജീവൻ അത് ദൈവസഭയ്ക്ക് കൊടുക്കാൻ കഴിയണം. അതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി. പ്രിയമുള്ളവർ, ഞാനിത് മാനുഷികമായ ആവേശത്തിലല്ല ഞാനിത് പറയുന്നത്. ആത്മഭാരമുണ്ട്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ജനം സാത്താനാൽ വലഞ്ഞു കിടക്കുകയാണ്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്നതാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്ന. ഈ ദൈവത്തിൻ്റെ ജ്ഞാനം യഹൂദന്മാർക്ക് എന്തായിരുന്നു? ഇടർച്ച. ആര്? ക്രിസ്തു. യഹൂദന് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വം. ആമേൻ. എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തി ഉണ്ടോ? വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പൊ ദൈവശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിൽ. ഈ ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു? ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. 8-ാം വാക്യം. എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കലാണ്. അപ്പൊ തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞില്ല, കാരണം അത് മർമ്മമായിരുന്നു. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നതാണ് ഈ മർമ്മമായ ക്രിസ്തു. ആ മർമ്മമായ ക്രിസ്തുവിനെ ലോകത്തിന്റെ പ്രഭുക്കന്മാർ എന്ത് ചെയ്തില്ല? കണ്ടില്ല. ജ്ഞാനികൾ കണ്ടില്ല, ശാസ്ത്രികൾ കണ്ടില്ല, പരീശന്മാർ കണ്ടില്ല, മഹാപുരോഹിതന്മാർ കണ്ടില്ല, ആരും കണ്ടില്ല. ഗ്ലോറി ടു ഗോഡ്. എന്നാലോ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഈ മർമ്മം, രക്ഷയുടെ മർമ്മം, നീതീകരണത്തിന്റെ മർമ്മം, ശുദ്ധീകരണത്തിന്റെ മർമ്മം, പുനരുത്ഥാനത്തിന്റെ മർമ്മം, ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മഹിമ, ഗ്ലോറി ടു ഗോഡ്, അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇതിനെ പലപ്പോഴും എടുത്ത് വളച്ചൊടിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ആരുടെ കണ്ണ് കാണാത്തത്, ആരുടെ ചെവി കേൾക്കാത്തത്, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ദൈവം വച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ ആരുടെയും കണ്ണ് കാണാത്തൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വല്ലതും ഉണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ കണ്ണ് കണ്ടിട്ടുള്ള കാര്യമല്ലേ ഇവിടെ പ്രാപിക്കാൻ പറ്റൂ? ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുള്ള കാര്യമല്ലേ നമുക്കും എന്ത് ചെയ്യാൻ പറ്റൂ? നേടാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ പിന്നെ ആരെയും കണ്ണ് കാണാത്തതെന്ന് പറഞ്ഞ് ആരെയാണ് കാണാൻ കഴിയാതിരിക്കണേ? ക്രിസ്തുവിനെ. ആരെയാണ് കേൾക്കാൻ കഴിയാതിരിക്കുന്നത്? ക്രിസ്തുവിനെ. ആരെ കേൾക്കാൻ കഴിയാതെയാണ് ചെവി അടച്ചു കളയുന്നത്? ക്രിസ്തുവിനെ. ആരെ ധ്യാനിക്കാൻ കഴിയാതെയാണ് ഹൃദയം അടഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്
ഹല്ലേലൂയ. ഒരുക്കിയിരിക്കുന്ന ആരെയാണ്? ക്രിസ്തുവിനെ. എന്തിനു വേണ്ടി? ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. അതൊരു കണ്ണെന്തിയിട്ടില്ല, കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരെ? പിതാവാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന എന്താണ്? ഇതിനെ വെച്ചുകൊണ്ടാണ് കള്ളപ്രവാചകന്മാർ എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷയാണ്. ദൈവം ഒരുക്കിയിരിക്കുന്നു. ആരെയും കണ്ണ് കാണാത്ത, ആരെയും ചെവി കേൾക്കാത്ത, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ദൈവം നിനക്ക് എന്ത് ചെയ്യുന്നു? ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വന്തം ഇവനിത് നോക്കിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിനെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവം നമുക്കോ തൻ്റെ ആത്മാവിനാൽ എന്തിയിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രക്ഷയും ഈ നീതീകരണവും പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി നൽകി. എന്തിനു വേണ്ടി? ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നമേ നമ്മുടെ തേജസ്കരണത്തിനായി മുന്നൊരുക്കിയിരിക്കുന്ന കാര്യം ലോകത്തിൻ്റെ കണ്ണ് കാണുന്നില്ല, ലോകത്തിൻ്റെ ചെവി കേൾക്കുന്നില്ല, ലോകത്തിൻ്റെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയാതിരിക്കുമ്പോൾ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ അവനെ വെളിപ്പെടുത്തി നൽകി. അത് വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ നാം ക്രിസ്തുവിൽ നമ്മൾ പ്രാപിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും ന്യായപ്രമാണത്തെ അനുസരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവൻ ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചു. അതിൻ്റെ ഫലമായ പുനരുദ്ധാനം ക്രിസ്തു എന്ത് ചെയ്തു? പ്രാപിച്ചു. പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്താലുള്ള പാപബോധം ഇന്നും ഇസ്രായേൽ മക്കൾ പിന്തുടർന്ന് അതിൻ്റെ നീതിയായ മെശിഹയിൽ അവരെന്ത് ചെയ്യുന്നില്ല, വരാതിരിക്കുമ്പോൾ പുറം ജാതിക്കാരായ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തു ഒരുക്കിയ രക്ഷാപദ്ധതിയിൽ വിശ്വസിപ്പാൻ, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാനും നീതീകരണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവേശുവിൽ വെളിപ്പെട്ടത് ലോകത്തിൻ്റെ കണ്ണ് കാണാതിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ ചെവി കേൾക്കാതിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ ഹൃദയത്തിൽ തോന്നാതിരിക്കുമ്പോൾ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ വെളിപ്പെട്ടിരിക്കുന്ന ആ സത്യങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വചനം എന്ന സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. വചനമെന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എവിടെ ഉണ്ടാകുമോ അതാണ് ദൈവത്തിൻ്റെ സഭ. അത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല. സത്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ മകളിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളിൽ നമ്മൾ നിലനിന്നുകൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.